ഹലോ, വെൽക്കം ബാക്ക് ടു അസസ്റ്റെക്. അപ്പോൾ 27-ാം തീയതി തൊട്ടിട്ട് നമുക്ക് ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലും അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ സെയിലും തുടങ്ങുകയാണല്ലോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. നമ്മൾ 15,000 തൊട്ടിട്ട് 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം വരെയുള്ള എല്ലാതരം യൂസർമാർക്കും ഉള്ള ലാപ്ടോപ്സും അങ്ങനത്തെ ഡീൽസും ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം രണ്ടു കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന് ലൈക്ക് എല്ലാ അടിപൊളി ലാപ്ടോപ്സും ഇതിലുണ്ടെന്നില്ല. ജനറൽ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് ലാപ്ടോപ്പാണ്. ഇപ്പോൾ ചില സ്പെസിഫിക് യൂസ് കേസസ് വരുമ്പോൾ ചില ലാപ്ടോപ്സ് കുറേ കൂടി വേറെ നമ്മൾ ഈ പറഞ്ഞേക്കാളും ബെറ്റർ ആവാം. പക്ഷെ നമ്മളൊരു ജനറൽ ഒരു ആവറേജ് യൂസർക്ക് എങ്ങനെയാണ് നല്ലതാവുക പറയാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് നേരത്തെ കൂട്ടി എടുക്കേണ്ടി വരുമല്ലോ. എല്ലാ ഓഫേഴ്സും ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. കുറേ സാധനങ്ങളുടെ പ്രൈസ് ഇനി അനൗൺസ് ചെയ്യാൻ ബാക്കിയാണ്. അപ്പോൾ ലൈക്ക് നമുക്ക് ഈ വീഡിയോ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെബ്സൈറ്റിൽ ലൈവായിട്ട് നമ്മൾ പുതിയ ഓഫേഴ്സ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാവും. അപ്പോൾ നിങ്ങളത് വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റ് കൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ലൈക്ക് ഇത് തന്നെയാണ് നല്ലത് എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ കുറേ കൂടി ഇതിൻ്റെ സ്പെക്സും റിവ്യൂ എന്നുള്ള തരത്തിലായിട്ട് അതിലുണ്ട്, അതും പോയി നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ലാപ്ടോപ്പ് വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സജഷൻ പറയുമ്പോഴും അല്ലെങ്കിൽ കമൻറ്റിലൊക്കെ ആയിട്ട് തന്നെ കുറേ പേര് ചോദിക്കാറുള്ളതാണ് ലൈക്ക് ഇപ്പോൾ ഇന്ന ലാപ്ടോപ്പിന് പെർഫോമൻസ് ലൈക്ക് ബെഞ്ച് മാർക്ക് കൂടുതലാണല്ലോ, അപ്പോൾ നമുക്ക് അതെടുക്കല്ലേ നല്ലത്, അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ് അടിപൊളിയാണെന്ന് പറയണ്ടല്ലോ എന്നാൽ അതെടുക്കല്ലേ നല്ലത് എന്നുള്ളത്. ലൈക്ക് അതെന്താ വെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറേ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതിന് വേണ്ടി തന്നെ ഞാൻ ഇതിൻ്റെ ഫുള്ളല്ല എന്നാലൊരു ജനറൽ ആയിട്ടുള്ള ഐഡിയ തരാൻ വേണ്ടിയിട്ട് പ്രൊസസ്സറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് നിങ്ങൾ അതൊന്ന് പോയി നോക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ലൈക്ക് പേര് നമ്മൾ കണ്ട് വിശ്വസിക്കാൻ പാടില്ലാത്ത എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്പെക്ക് കണ്ട് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് കണ്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കമ്പനി കണ്ടിട്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. ലൈക്ക് എനിക്കും ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ലൈക്ക് നമുക്കിപ്പോൾ ബ്രാൻഡ്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല. 17,000 രൂപയ്ക്ക് ഇൻഫിനിക്സിൻ്റെ X1 Neo Plus ആണ്. അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 GB റാമും 128 GB സ്റ്റോറേജും കിട്ടും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ലൈക്ക് നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 22,000 രൂപയ്ക്ക് നിങ്ങൾക്ക് Acer Aspire 1 കിട്ടും. അതിൽ i3 11th ജനറേഷൻ പ്രൊസസർ, 8 GB റാം, 512 GB സ്റ്റോറേജാണ് കിട്ടുക. ഒരു മീഡിയം ലെവൽ യൂസറാണ് എന്നുണ്ടെങ്കിൽ ഈ സാധനം നല്ലതാണ്. പിന്നെ അത്ര അടിപൊളി ഡിസ്പ്ലേ ബിൽഡ് ക്വാളിറ്റി അല്ല, എന്നാലും ഓക്കേഷ് ബിൽഡ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ബാക്ക് ലൈറ്റ് കീബോർഡ് കിട്ടില്ല, അതൊരു വലിയ ഡൗൺ സൈഡാണ്. ഇനി അതും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 i3 12th ജനറേഷൻ ലാപ്ടോപ്സ് ഉണ്ട്. ഏറ്റവും ഇതായിട്ടുള്ളത് Acerൻ്റെ Aspire 3 എന്നുള്ള മോഡലാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഫിനിക്സിൻ്റെ Slim X3 എന്ന് പറഞ്ഞ മോഡൽ, അത് പിന്നെ Acerൻ്റെ Yobook 16. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് 14 ഇഞ്ചിൻ്റെ അടിയിലാണ് വരുന്നത്. അതിൽ ഇൻഫിനിക്സ് അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്, പക്ഷേ കമ്പനി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് വാങ്ങിക്കാൻ ചിലപ്പോൾ മടി ഉണ്ടാവാറുണ്ട്. ഇനി അല്ലെങ്കിൽ Acer Aspireനേക്കാൾ കുറച്ചും ബെറ്റർ ബിൽഡ് ക്വാളിറ്റിയും കുറച്ച് സൈസും കൂടിയിട്ട് നിങ്ങൾക്ക് Yobook 32,000 കിട്ടും. സോ നിങ്ങൾക്ക് 27,000 ഞാൻ സജസ്റ്റ് ചെയ്യുക ഇൻഫിനിക്സ് എടുക്കാനാണ്. നിങ്ങൾക്ക് ബ്രാൻഡ് പേടിയുണ്ടെങ്കിൽ Acer എടുക്കാം, അല്ലെങ്കിൽ വലിയ ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ Yobook എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 35,000 to 45,000 റേഞ്ചിൽ ഒരു i5ൻ്റെ Acer Swift 3 ഉണ്ട്. i5 1235U 16 GB റാമും 512 GB സ്റ്റോറേജും കാർഡ് ഓഫറും വെച്ച് 35,000 കിട്ടും. എക്സലൻറ്റ് ഓഫറാണ്. നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് എന്നുണ്ടെങ്കിൽ IdeaPad V15 ഉണ്ട്. അതിൽ Ryzen 7 7730U Gen 3 പ്രൊസറാണ് വരുന്നത്. അതും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ ഈ Lenovo V സീരീസ് ബഡ്ജറ്റ് ലാപ്ടോപ്പാണ്, അപ്പോൾ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കുറച്ച് കുറവായിട്ടും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് പിന്നെ ഉള്ളത് മാക്ബുക്ക് ആണ്. മാക്ബുക്ക് M1 ഞാൻ മാക്ബുക്ക് ഹേറ്റർ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലാപ്ടോപ്പാണ്. എഫിഷ്യൻസി എന്നുള്ള കാര്യത്തിൽ അൺപാരൽഡ് ആണ്. അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, സ്പീക്കർ ക്വാളിറ്റി, ട്രാക്ക് പാഡ് എല്ലാം അടിപൊളിയാണ്. പോർട്സിന് കുറച്ച് കുറവുണ്ട് എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് മാക്ബുക്ക് വീട്ടിലെ വലിയ ഡിസ്പ്ലേ വേണം, കൂടുതൽ റാമും സ്റ്റോറേജും വേണം എന്നുണ്ടെങ്കിൽ IdeaPad Slim 5 ആണ് അടുത്ത ഓപ്ഷൻ. മാക്ബുക്കിൻ്റെ അത്ര വലിയെങ്കിലും അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. ഡിസ്പ്ലേ കുറേ കൂടി ബെറ്റർ ആണ്. OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. റാമും സ്റ്റോറേജ് എക്സ്ട്രാ ഉണ്ട്. മേ ബി ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവായിരിക്കും. ബിൽഡ് ക്വാളിറ്റിയും എല്ലാം ഒരു ആവറേജ് ആയി കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ലാപ്ടോപ്സ് വരുന്നുണ്ട്. Qualcommൻ്റെ Snapdragon X+ X8 ലാപ്ടോപ്സ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ Ryzenൻ്റെ 3000 സീരീസ് വരുന്നുണ്ട്. Intelൻ്റെ അൾട്രാ സീരീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മാക്ബുക്കിൻ്റെ M2 പ്രൊസറൊക്കെ വെച്ചിട്ടുള്ള വരുന്നുണ്ട്. പക്ഷേ ഞാൻ ജനറലി അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. നമ്മുടെ വെബ്സൈറ്റിലുള്ള പോസ്റ്റിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ കുറേ ഇടുന്നുണ്ട്, കുറച്ച് എക്സ്ട്രാ ഉള്ളത് ഈ വീഡിയോയിൽ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റർ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവും, പക്ഷേ തിന്നർ ലൈറ്റിൻ്റെ ഫോം ഫാക്ടർ ആയിരിക്കും. അതിൽ Asusൻ്റെ Yobook ആണ് മെയിൻ ആയിട്ടുള്ളത്. 12500H 12700H പ്രൊസറും 3050 അല്ലെങ്കിൽ 4050 പ്രൊസറും നോർമൽ LCD ഡിസ്പ്ലേ അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ വെച്ചാൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 60,000 നിങ്ങൾ റേഞ്ച് വെച്ചാൽ 3050 പ്ലസ് 12500H. 70,000 നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. 12500Hൻ്റെ ഒപ്പം RTX 4050 അല്ലെങ്കിൽ 12700H RTX 3050 OLED ഡിസ്പ്ലേ. ഇനി 80,000 ആണെങ്കിൽ 12700H 4050 OLED ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഈ പറഞ്ഞ 12500H 12700H നമ്മൾ പറഞ്ഞ പെർഫോമൻസ് ആയിട്ട് 14,000 ആണ് ബെഞ്ച് മാർക്ക് വരുന്നത് ഇപ്പോൾ i7. പക്ഷെ നിങ്ങൾക്ക് എഫക്റ്റിൽ കിട്ടി കഴിയുമ്പോൾ 10,000 ഒക്കെയാണ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ബാറ്ററിയിൽ 6,000 6,500 കിട്ടുള്ളൂ.
പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പിൽ നിങ്ങൾ ഏറ്റവും മിനിമം RTX 3050 പോവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ 50-നുള്ളിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെ വലിച്ചാലും പോയുള്ളൂ എന്നുണ്ട് 2050 ഐഡിയ പാഡ് വാങ്ങിക്കാം. 5500H പ്രൊസസ്സറും RTX 2050 വരുന്നത്. ഇനി അല്ല 60,000 എത്തും എന്നുണ്ടെങ്കിൽ RTX 3050 പ്രൊസസ്സറുള്ളത് കിട്ടും. അപ്പോൾ RTX 3050 പ്ലസ് പ്രൊസസ്സർ ഏതായാലും ലൈക്ക് നമുക്ക് ഗെയിമിംഗ് അത്ര വലുതായിട്ട് ഇമ്പോർട്ടൻസ് ചെയ്യുന്നില്ല. റൈസൻ ഉണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യുക. അതിപ്പോൾ ഓഫർ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഏതാണ് ലാപ്ടോപ്പ് എന്ന് സ്പെസിഫിക് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റിട്ടുണ്ടാവും, അതിൽ പോയി നോക്കുക. ഒരു 65 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ RTX 3050 വാങ്ങിക്കാണ്ടിരിക്കുക. കാരണം RTX 4050 കിട്ടും. RTX 3050 4050 തമ്മിൽ അമ്പാടുന്ന ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഈ പറഞ്ഞ പെർഫോമൻസിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അതിലുപരി VRAM 2GB കൂടുതലാണ്. ഫോർസ ഹൊറൈസൺ അല്ലെങ്കിൽ സൈബർ പങ്ക് പോലുള്ള ഗെയിമുകളിൽ നിങ്ങൾ റെസൊല്യൂഷൻ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഗ്രാഫിക്സിൻ്റെ ക്വാളിറ്റി കൂട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രെയിം റേറ്റ് ഡിഫറൻസ് വരും. അതേപോലെ തന്നെ എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ് 4050. സോ 4050 ഉള്ളതും ഇപ്പോൾ ഓഫർ അധികം വന്നിട്ടില്ല. ഞാൻ സൈറ്റിലിടാം. വന്നു കഴിഞ്ഞുള്ളതിൽ നമുക്ക് ഏസറിൻ്റെ ആസ്പയർ V എന്നുള്ള മോഡലുണ്ട്. അത് Ryzen 7 7735HS അതേപോലെ തന്നെ 4050 ഉള്ള ഒരു അടിപൊളി ലാപ്ടോപ്പാണ്. 72 കണ്ടത്. 72 അത് ലൈക്ക് ഒരു നോ ബ്രെയിനറാണ്. നല്ല പ്രൊസസ്സർ, നല്ല ഗ്രാഫിക്സ് കാർഡ്, നല്ല ബിൽഡ് ക്വാളിറ്റി. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി വൈസ്, ഡിസ്പ്ലേ വൈസ് അല്ലെങ്കിൽ ലുക്ക് വൈസ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ലെനോവിൻ്റെ LOQ സീരീസാണ്. അവർ ദൈവം സഹായിച്ചപ്പോൾ തരുന്നത് ഐദർ 7435HS എന്നുള്ള റൈസൻ പ്രൊസസ്സറും 4050 അല്ലെങ്കിൽ ഇന്റലിൻ്റെ HX സീരീസ് പ്രൊസസ്സർ പ്ലസ് 4050 ആണ്. ഇത് രണ്ടായാലും എന്താ ഇഷ്ടിച്ച് ബാറ്ററി ബാക്കപ്പ് ഒട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസസ്സറിലൊക്കെ IGP ഉണ്ടാവും, C680 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിലങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് 24 മണിക്കൂറും ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവും AMD പ്രൊസസ്സറിൽ. ഇന്റൽ പിന്നെ പറയുവാണല്ലോ, പണ്ടോട്ട് ബാറ്ററി കുടിക്കാനുള്ള അതിൻ്റെ മെയിൻ. രണ്ടായാലും നിങ്ങൾക്ക് ബാറ്ററി ബാക്ക് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ഏസറിൻ്റെ നൈട്രോ V പറഞ്ഞത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി വൈസും ഡിസ്പ്ലേ വൈസും ലുക്ക് വൈസും കുറച്ചുകൂടി ബെറ്റർ LOQ ആണ്. അതിൽ ഞാൻ AMD ഏതെങ്കിലും നല്ല ഓപ്ഷൻ വന്നു വെച്ചാൽ അത് ഇടാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യുക, ഈ 4050 പ്ലസ് ഇതുള്ള കുഴപ്പമില്ലാത്ത ഓപ്ഷനാണ്. ഇനി അടുത്തത് 80,000 റേഞ്ച് എത്തുമ്പോൾ നിങ്ങൾക്ക് RTX 4060 ഉള്ള ലെനോവോ ഐഡിയ പാഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് 3ൻ്റെ പഴയ മോഡൽ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ LOQ i5ൻ്റെ പ്രൊസസ്സറും RTX 4060 8GB ഗ്രാഫിക്സ് കാർഡാണ് കിട്ടുന്നത്. ഭയങ്കര ഡിഫറൻസ് ആണ് പെർഫോമൻസിൽ വരുന്നത്. ലൈക്ക് 4050 4060 തമ്മിലും 2GB VRAM ഡിഫറൻസ് വരുന്നുണ്ട്. അത് കാരണം തന്നെ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി അത് പഴയ മോഡലാണ്. അതിൻ്റെ പുതിയ മോഡൽ വെച്ചിട്ട് 1,00,000 അടിയിൽ LOQ വരുന്നുണ്ട്, റൈസനോ അല്ലെങ്കിൽ ഇന്റലിൻ്റെ പ്രൊസസ്സർ വെച്ചിട്ട്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി തിന്നായിട്ടുള്ള ഫോം ഫാക്ടർ വേണമെന്നുണ്ടെങ്കിൽ HP-ൻ്റെ ഒമൻ 1.5 കിട്ടുന്നുണ്ട് 4060 വെച്ചിട്ട്. കുറച്ച് കാര്യം പറഞ്ഞാൽ 4070 ഉള്ള ലാപ്ടോപ്സ് നിങ്ങൾക്ക് ഉണ്ട്. 4070 4060 തമ്മിൽ അത്രയും വ്യത്യാസം വരില്ല. രണ്ടും 8GB RAM ആണ് വരുന്നത്. ഏകദേശം കോസ്റ്റൊക്കെ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് വരെ ഏകദേശം ഒരു 10-15%. 15% വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ട് ലാപ്ടോപ്പ് വാങ്ങിക്കാനിരിക്കുക. ഇപ്പോൾ ഇമാജിൻ 4060ൻ്റെ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് 1,00,000 ഉണ്ട്, ഈ HP-ൻ്റെ ഒമൻ. ഇനി അതേ HP ഒമൻ നിങ്ങൾക്ക് i7 അല്ലെങ്കിൽ Ryzen 7 പ്ലസ് 4060 ആണ് നിങ്ങൾക്ക് എത്തിക്കിട്ടുണ്ട് 1.5 കിട്ടുന്നത്. ഇനി i9 അല്ലെങ്കിൽ Ryzen 9 പ്ലസ് 47 നിങ്ങൾക്ക് 1.30 കിട്ടുന്നുണ്ട് നോക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് മൊത്തം പെർഫോമൻസിൽ ഡിഫറൻസ് വരാൻ പോകുന്നത് ഏകദേശം ഒരു 20%, മാക്സിമം 20%. ഞാൻ പറഞ്ഞു വെറുതെ 20% ഉണ്ട് എന്ന് വെക്കുക. ലൈക്ക് ബെഞ്ച് മാർക്കിൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടാൻ പോകുന്നില്ല. ലൈക്ക് അപ്പോൾ ഒരു 10-15 FPS എന്ന് വെക്കുക നിങ്ങൾ കളിക്കുമ്പോൾ. ഇനി 15 FPS ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. അതോ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് കുറേ കൂടി ബെറ്റർ ആയിട്ട് നല്ല റെഡ് സ്വിച്ച് ഒക്കെ ഉള്ള മെക്കാനിക്കൽ കീബോർഡ് വാങ്ങിക്കാം, നല്ല ലോജിടെക്കിൻ്റെയോ അസ്യൂസിൻ്റെയോ ഒക്കെ നല്ല അടിപൊളി വില കൂടിയ മൗസ് വാങ്ങിക്കാം, നല്ലൊരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് വാങ്ങിക്കാം, അതേപോലെ തന്നെ ലാപ്ടോപ്പ് സ്റ്റാൻഡ് വാങ്ങിക്കാം, പിന്നെ വേണമെങ്കിൽ ഒരു ഡോങ്കിൾ വാങ്ങിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ഒരു 10,000 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കാനാണോ നല്ലത്, അതോ 30,000 രൂപ കൊടുത്തിട്ട് 5 FPS കൂടുതലാണോ ബെറ്റർ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ ജനറലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 3050 to 4050 കിട്ടുന്ന ജമ്പ് ഭയങ്കര വലുതാണ്. ആ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 4050 to 60 കിട്ടുന്ന ജമ്പ് ഭയങ്കര വലുതാണ്. 30,000 രൂപയ്ക്ക് 4060 to 4070 കിട്ടുന്ന ജമ്പ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങളൊന്നുമില്ലെങ്കിൽ ആ പൈസ വെച്ച് എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങനത്തെ വല്ല സാധനങ്ങളും വാങ്ങിക്കുക, അല്ലെങ്കിൽ RAM എക്സ്പാൻഡ് ചെയ്യാം, സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ചിലവാക്കാണ്ട് 30,000 രൂപ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഇനി കുറച്ച് എക്സ്ട്രാ മെൻഷൻസ് ആണ് ഗെയിമിംഗ് ലാപ്ടോപ്പ് സെക്ഷനിൽ. ഒന്ന്, ഇൻഫിനിക്സിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് വന്ന കാര്യം നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. 6GB 3050 പിന്നെ ഈ പറഞ്ഞ ഗെയിമിംഗ് മൗസും ഗെയിമിംഗ് ഹെഡ്സെറ്റും ഒക്കെ വെച്ചിട്ട് 54,000 വരുന്നുണ്ട്. ഞാൻ വാങ്ങിക്കൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. വന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് നല്ല ലാഭമായി തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. ഇൻഫിനിക്സിൻ്റെ മറ്റേ ലാപ്ടോപ്പിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. പക്ഷേ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നുള്ള തരത്തിൽ എത്ര അടിപൊളിയാണെന്ന് എനിക്കറിയില്ല. പിന്നുള്ളത് ലൈക്ക് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലാപ്ടോപ്സ് ആണ്. ഇപ്പോൾ ലൈക്ക് 3 ലാപ്ടോപ്പാണുള്ളത്. ഒന്ന് അസ്യൂസിൻ്റെ A14, പിന്നെ അസ്യൂസിൻ്റെ തന്നെ Zephyrus G14,
അല്ലെങ്കിൽ G16, അതേപോലെ തന്നെ HP ട്രാൻസെൻഡ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിലും അസൂസിൻ്റെ വിവോ ബുക്ക് പ്രോയ്ക്കൊക്കെ 45 വാട്ട് GPU ആയിരുന്നല്ലോ. അത് അങ്ങനെയൊന്നുമല്ല, ഇത് നല്ല 100 വാട്ട് കൊടുക്കുന്നുണ്ട്. 30 സീരീസ് വരെ ഇതൊന്നും നടക്കില്ലായിരുന്നു, കാരണം അതും 140 വാട്ട് വരെ പവർ കൊടുക്കുന്നതോറും പെർഫോമൻസ് കൂടുമായിരുന്നു. 4060 ഒക്കെ 100 വാട്ട് എത്തുമ്പോൾ തന്നെ ഫുൾ പെർഫോമൻസ് കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ലാപ്ടോപ്പ് ഫുൾ പെർഫോമൻസ് തരും. പക്ഷേ ഒന്ന് 14 ഇഞ്ചോ 16 ഇഞ്ചോ, പക്ഷേ ഒരു നോർമൽ ലാപ്ടോപ്പിൻ്റെ സൈസേ ഉള്ളൂ, പക്ഷേ ഫുൾ പെർഫോമൻസ് തരും. അങ്ങനത്തെ ഒരു സെക്ടർ ഓഫ് ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് OLED ഡിസ്പ്ലേ വരുന്നുണ്ട്, 500 nits ഒക്കെ ഉള്ളത്. OLED ഡിസ്പ്ലേ ഭയങ്കര കളർഫുള്ളാണ്. 0.2 millisecond ഒക്കെയാണ് റെസ്പോൺസ് ടൈം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ ഒമൻ്റെ കാര്യം പറഞ്ഞു, അത് 7 millisecond, 35 റെസ്പോൺസ് ടൈം ഒക്കെയാണ് വരുന്നത്. അതേപോലെ നല്ല കളർഫുൾ ആയിരിക്കും, പിച്ച് ബ്ലാക്ക് ആയിരിക്കും, 500 nits ബ്രൈറ്റ്നസ്, HDR ഒക്കെ വരുന്നുണ്ട്. സോ അടിപൊളി ഡിസ്പ്ലേ ആയിരിക്കും. അതേപോലെ തന്നെ സൈസ് കുറവായിരിക്കും, നല്ല പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കും. ബാക്കി ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ഭയങ്കര സൈസോ അല്ലെങ്കിൽ കളറോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 ഓപ്ഷനും ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് ഡീൽസ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി പേഴ്സണലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ, ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, അതിൽ ഞാൻ യൂഷ്വലി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ലിങ്ക് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടും, ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അസസ്റ്റെക്കിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ അതിൽ കുറേ കൂടി അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.